ചിലയിടത്ത് മണ്ണ്, ചിലയിടത്ത് പൊടി. നമ്മളിതെല്ലാം അടിച്ച് വാരി തൂത്ത് തുടയ്ക്കാൻ പോവുകയാണ്. രാവിലെ നേരത്തെ തന്നെ ഈ വക പരിപാടികൾ ചെയ്യണേനേക്കാളും എനിക്കിഷ്ടം വൈകിട്ട് ചെയ്യുന്നതാണ്. സിറ്റ് ഔട്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് അധികം തുടയ്ക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ചേട്ടൻ എന്തൊക്കെയോ അടുക്കളയിൽ കാട്ടിക്കൂടുന്നുണ്ട്. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ ഈ ടിന്നുകളിലൊക്കെ ആവശ്യമില്ലാത്ത ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് കൊട്ടി കളഞ്ഞ് ടിന്നൊക്കെ കഴുകി വെക്കുകയാണ്. അല്ലതിപ്പം എന്താ ഇങ്ങനെ ഒരു മറിമായം? ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം ഇവിടെ ഇപ്പം എന്തുണ്ടായേ? ഇങ്ങനത്തെ വല്ല കിഡ്നി എങ്ങാനും ചോദിക്കോ? അല്ല, അതൊക്കെ പണ്ടേ ചട്നി ആയതാന്ന് അങ്ങേർക്ക് അറിയാം. എന്തായാലും യു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഐ കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് നടക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ കഴുകൽ കണ്ടിന്യൂ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ പുത്രൻ പടയപ്പാ സ്റ്റൈലിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇതിനെ കുത്തിയണിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം സന്ധ്യയായി. അങ്ങനെ പണി എടുക്കുന്ന മൊയിലാളിക്കും പണി തരുന്ന മൊയിലാളിക്കും കൂടി ഒരു ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് അടിച്ചു. നമ്മുടെ അല്ലൂസിന്റെ പാലുകൂടി ശീലം അങ്ങോട്ട് മാറ്റാനാണ് ഈ ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പാലിന്റെ കാര്യം ആൾ ഓർക്കേ ഇല്ല. അങ്ങനെ നമ്മുടെ സേട്ടനും കൊണ്ടുപോയി കൊടുത്തു. ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമറ കണ്ടാരനാണ് ആ ഒരു മോന്ത വളിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് കിട്ടിയ സന്തോഷത്തിൽ എന്റെ പുത്രൻ എന്നെ ഒന്ന് സ്നേഹിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവൻ എന്റെ അടുത്ത് ചോദിച്ചു, അമ്മയെ ഒന്ന് കറക്കുമെന്ന്. പിന്നെന്താ കറക്കാലോ. പിന്നെ അങ്ങോട്ട് കറക്കലോട് കറക്കൽ കറങ്ങി ഒരു വഴിയായി. എന്റെ പൊന്നെ തല കറങ്ങിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടി വി വെച്ചു. അത് കണ്ട് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ എവിടെന്നോ ഒരു തിളങ്ങ വീണ സൗണ്ട്. ഇതിപ്പോ ഇത് എവിടെന്നാ വന്നേന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി. അല്ല, ഇതിപ്പോ എങ്ങനെ വന്നു? ഇത് മേളിൽ നിന്ന് അങ്ങനെ താഴത്തേക്ക് ചടിതാണോ എന്ന് വിചാരിച്ച് ഞാൻ മേളക്കൊക്കെ നോക്കിട്ടോ. അപ്പോഴാണ് ദൂരേന്ന് ഒരു അശരീരി ചേച്ചി കൊറിയർ അവിടെ എറിഞ്ഞിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ആരോ റോട്ടിൽ നിന്ന് എറിഞ്ഞിട്ടതാണ്. സംഭവം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ തുറന്നു നോക്കി. ഞാൻ ഓർഡർ ചെയ്തതല്ല, നാത്തും ചേച്ചി ഓർഡർ ചെയ്തതാണ്. സംഭവം ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ആണേ. സംഭവം റിട്ടേൺ കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത കാരണം അതുപോലെ തന്നെ മടക്കിയെടുത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ അടുക്കളക്കാരൻ ചേട്ടൻ ടിന്നുകളിലൊക്കെ പൊടികളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് ബൈ. എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.